സാറിനെ കുറിച്ച് എല്ലാവരും പഠിപ്പിച്ച അധ്യാപകരൊക്കെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് സംസാരിക്കാറ്. കാരണം സാർ ഒരു എക്സ്ട്രാ ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. 8, 9, 10 ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചത്. സതീശൻ എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച ആളാണ്. സതീശൻ ആദ്യമേ തന്നെ പ്രസംഗത്തിൽ ഏറ്റവും 1-ാം സ്ഥാനത്തായിരുന്നു. സതീശൻ പ്രസംഗ മത്സരത്തിനുണ്ടെങ്കിൽ മറ്റാളുകൾ മത്സരിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എട്ട് 3/1979 ഈ ഡേറ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ നിന്നും പാസ് ഔട്ടായ ഡേറ്റാണിത്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിച്ച ആ ഒരു ക്ലാസ് മുറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഇതൊരു KG ക്ലാസ്സാണ്. ഏതാണ്ട് 106 വർഷം പഴക്കമുള്ള സ്കൂളാണിത്. അന്ന് മുതലെയുള്ള ഒരു ബിൽഡിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഇവിടുത്തെ പ്രധാനാധ്യാപിക ജിൻസി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അദ്ദേഹം പഠിച്ച രജിസ്റ്ററും ക്ലാസ്സും ഒക്കെ ഇവിടെയുണ്ട്. എന്താണ് അന്നത്തെ കാലത്തെക്കുറിച്ച് എന്താണ് ടീച്ചറിന് അറിയാവുന്നത്? ഞാൻ ഈ സ്കൂളിൽ 2000-ലാണ് ജോയിൻ ചെയ്യുന്നത്. സാർ ഇവിടെ പഠിച്ചിരുന്നത് 79-ലാണ്. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സാറിനെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്ലാസ് ലെഷർ ടൈമിലൊക്കെ പഴയ വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്ന ഒരു പ്രധാന പേര് സാറിൻ്റെ തന്നെയായിരുന്നു. സാറിനെ കുറിച്ച് എല്ലാവരും പഠിപ്പിച്ച അധ്യാപകരൊക്കെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് സംസാരിക്കാറ്. കാരണം സാർ ഒരു എക്സ്ട്രാ ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ ബിൽഡിങ്ങുകളെല്ലാം 106 വർഷത്തിന് മുൻപ് ഉണ്ടാക്കിയത് തന്നെയാണ്. സാറ് പഠിച്ചത് 79-ലാണ് ഇവിടെ SSLC പാസ് ഔട്ട് ആയത് സാർ. അപ്പം അന്നത്തെ 10A ക്ലാസ് ഇത് സാർ ഇന്ന് പഠിച്ചത് ക്ലാസ് ഇത് തന്നെയാണ്. അധ്യാപകൻ ഗോകുലൻ സാർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ 8, 9 ക്ലാസ്സുകളിലെ ക്ലാസ് ടീച്ചർ സുധാംബിയ ടീച്ചറായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ ക്ലാസ്സിൽ 1-ാമനാണ്. 8ലും 9ലും ഒക്കെ ക്ലാസ് ലീഡറായിരുന്നു. അന്ന് ഞങ്ങളുടെ ഇവിടെ SFI KSU എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പല്ല. ക്ലാസ്സിലെ ഏറ്റവും പഠിക്കുകയും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റ് ഉപന്യാസ മത്സരങ്ങൾ, അതുപോലെ പ്രസംഗ മത്സരം, ഇതിനെല്ലാം ഫസ്റ്റാണ് ആൾ. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും നല്ല കുട്ടികളെ നോക്കിയാണ് ഓരോ ക്ലാസ്സിലും ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ക്ലാസ് ലീഡറായിരുന്നു. 10ാം ക്ലാസ് വന്നപ്പോൾ സ്കൂൾ ലീഡറായെന്നാണ് എൻ്റെ ഓർമ്മ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ 8, 9, 10 ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചത്. സതീശൻ എൻ്റെ തൊട്ടടുത്തിരുന്ന് പഠിച്ച ആളാണ്. സതീശൻ ആദ്യമേ തന്നെ പ്രസംഗത്തിൽ ഏറ്റവും 1-ാം സ്ഥാനത്തായിരുന്നു. സതീശൻ പ്രസംഗ മത്സരത്തിനുണ്ടെങ്കിൽ മറ്റാളുകൾ മത്സരിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാളെല്ലാം ഉപരി സതീശൻ നല്ലൊരു നടനായിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. അതായത് ഞങ്ങൾ കളിച്ച നാടകത്തിലെ നായക നടനായിരുന്നു. അതൊന്നും രാഷ്ട്രീയത്തിലേക്ക് കടന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു വലിയൊരു നടന് ലഭിക്കുമായിരുന്നു. അത് ആർക്കും അറിയില്ല എന്നുള്ളത്. ആ നാടകത്തിൽ അഭിനയിച്ച അതിൽ ബന്ധപ്പെട്ട ആളുകളാണ് ഞങ്ങളെല്ലാവരും, സാധിക്കടക്കമുള്ളവർ. ഞാനും സതീശനും കൂടി ജോയിൻ്റ് ആയിട്ടാണ് പനങ്ങാട് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ലൈബ്രറി ബുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം സതീശനുണ്ടായിരുന്നില്ല. പക്ഷേ സതീശൻ എത്ര വലിയ ബുക്ക് എടുത്താലും അത് രാവിലത്തെയും ഉച്ചക്കത്തെയും ആ ഇൻ്റർവെൽ ടൈമിനുള്ളിൽ വായിച്ചു തീർക്കുമായിരുന്നു. അത്രയ്ക്ക് സ്പീഡായ ഒരു ഗ്രാസ്പിംഗ് പവർ ഉള്ള ഒരാളെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല.